അച്ഛാ. മോളെ, ബുധനാഴ്ചയാ ഉണ്ണിയുടെ ആണ്ട്. ഞാൻ ലീവ് പറഞ്ഞിട്ടുണ്ട് അച്ഛാ. ചൊവ്വാഴ്ച വൈകിട്ട് എത്തും. ശരി മോളെ. ഒരുത്തന്നെ ഇതുവരെ കാണുന്നില്ലല്ലോ. ഇൻഷുറൻസിന്റെ പേപ്പർ അവിടെ. സാറേ, സത്യമായിട്ട് ഹെൽമെറ്റിനകത്ത് പാമ്പ് കയറിയത് കൊണ്ടാ വെക്കാൻ. അല്ലാതെ ദീപാമ്പായിട്ടല്ല. അയ്യോ കിർക്കന്മാർ. ആ വന്നേ, വാടാ വാടാ. 100 രൂപയ്ക്ക് വേണ്ടി ജീവൻ കളയണ്ടാ. 100 രൂപ ഇല്ലാത്തോണ്ടാ സ്റ്റേഷനിൽ അടച്ചാ മതി. അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാ മതി. പള്ളിയല്ല, പോലീസ് സ്റ്റേഷൻ. പിന്നെ പള്ളിയിൽ പോയി പറയാൻ ഞാൻ എന്താ പള്ളിയിലച്ഛനോ? ഏട്ടന് ചിരിയാൻ നിർത്തലുണ്ട്. ആ പോലീസ് പേപ്പർ ഇങ്ങെടുത്തേ. നിർത്ത്. ഊതടാ. ഊതാൻ എന്നാ സാർ, ഇത് അടുപ്പാണോ? രാവിലെ തന്നെ ഉടക്കല്ലേ ചാത്തൂട്ടി, ഊത്. ഞങ്ങള് ഭദ്രന്റെ ആൾക്കാരാ. ഭദ്രന്റെ ആൾക്കാരെ കേരളത്തിൽ ഒരാൾ ഊതിപ്പിച്ചിട്ടില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്യണ്ടേ? ഊത്. ഇല്ലെങ്കിൽ നീ എന്നെ ഇവിടെ കോപ്പേ. വെള്ളയിട്ടവന്റെ ചങ്കൂറ്റൊക്കെ ഇത്രേ ഉള്ളൂ ചാത്തുട്ടി. കാക്കയോട് മുട്ടാൻ നിൽക്കുമ്പോൾ കുറച്ചുകൂടെ ചങ്കൂറ്റം വേണം. അതിന് എന്നെ പോലെ കുറെ ആട്ടറച്ച് പോത്തറച്ച് നിന്നാ പോരാ, നല്ല തന്തയ്ക്ക് വർഗം. സുധി വിട്ടേര്, നമ്മുടെ പിള്ളേരാ. നമ്മുടെ അല്ല, നിന്റെ. ആയിക്കോട്ടെ, സീനാക്കണ്ട. എടാ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലടാ വള്ളി കേസൊന്നും പിടിക്കരുത്. പടാ പോയി കാറിക്കടാ. ഭദ്ര, നീ ആരാണെന്ന് എനിക്കും ഞാൻ ആരാണെന്ന് നിനക്കും ശരിക്കും അറിയാം. അറിയാന്നേ, നമ്മളൊന്നിച്ച് കളിച്ച് വളർന്നതല്ലേ. അത് തന്നെ പറഞ്ഞു വരുന്നത്. ചെറുപ്പത്തിലെ നമ്മളിട്ട ഡ്രസ്സിന് ഒരേ കളറായിരുന്നു. ഇപ്പോൾ അതങ്ങനെയല്ല. നീ വെള്ളയും ഞാൻ കാക്കിയും. വെള്ള സമാധാനത്തിന്റെയും കാക്കി സംരക്ഷണത്തിന്റെയും നിറമാണ്. പ്രത്യേകിച്ച് ഈ കാക്കിയിട്ടവന്റെ പേര് SI സുധീഷ് ചന്ദ്രൻ എന്നാവുമ്പോൾ ഞാൻ സംരക്ഷിച്ചിരിക്കും ഭദ്ര.
എന്നാൽ ഈ ഭദ്രൻ്റെ ഒരു വളർച്ച. പാർട്ടിയിലുള്ള ആര് എപ്പോൾ എവിടെ ഇരിക്കണമെന്ന് അവനാണ് സാറേ തീരുമാനിക്കുന്നത്. ഇക്കണക്കിന് പോയ അവൻ അടുത്ത മന്ത്രിയാണ്. സുധി, സാറേ, CI സാറിനെ വിളിക്കണമെന്ന് പറഞ്ഞില്ലേ സാറേ? അപ്പൊ ഈ മരിച്ചുപോയ വിനയമാഷും ഉണ്ണിയും സുധീയുടെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു അല്ലേ? അറിയാം സാർ, ചെറുപ്പം മുതലുള്ള സൗഹൃദമായിരുന്നു ഞങ്ങളുടേത്. മരിക്കുന്നതിന് മുമ്പ് വിനയമാഷ് സുധിക്ക് എഴുതിയെന്ന് പറയുന്ന ഈ കത്ത് ഇതൊരു തെളിവാണ്. പക്ഷെ ഭദ്രനെ പോലെ ഒരാളെ പൂട്ടാൻ ഈ കത്ത് മാത്രം പോരാ സുധി. അറിയാം സാർ, പക്ഷേ എനിക്ക് അവനെ പൂട്ടണം. എനിക്ക് തൻ്റെ വികാരം മനസ്സിലാവും. പക്ഷെ ഇവിടെ നമുക്ക് വേണ്ടത് വികാരമല്ല, വിവേകമാണ്. ഒരു CI SIയോട് പറയുന്നതായി കൂട്ടണ്ട, ഒരു സുഹൃത്തിനോട് പറയുന്നതായി കരുതിയാൽ മതി. ഭദ്രനിപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ആളല്ല, ഒരുപാട് മുകളിലാണ്. അവൻ കടപുഴകി വീഴണമെങ്കിൽ അടിയോടെ വെട്ടണം. അതിന് തക്കതായ കാരണം വേണം, വിത്ത് സോളിഡ് എവിഡൻസ്. ഐ നോ സാർ, ഞാൻ അതിനു വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. നമുക്ക് നോക്കാം. താൻ രണ്ടെണ്ണം കഴിക്കുന്നുണ്ടോ? ഹേ വേണ്ട സാർ. വേണ്ടെന്ന് പറയാലാടാ, ഒരെണ്ണം അടിയടാ. വേണ്ട ഭദ്രേട്ടാ, ഓവറായി. ഈ ഭദ്രനെ ഒരു ചേറ്റക്കും ഒന്നും ചെയ്യാൻ കഴിയില്ലടാ. ഈ ഭദ്രൻ ഇന്നീ നിലയിലെത്തിയിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ ഒറ്റ കഴിവുകൊണ്ടാ. അതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യമല്ലേ ഭദ്രേട്ടാ. മതി, നിർത്ത്. ഇന്ന് ഇത്തിരി ഓവറാ. വീട്ടിൽ പോവാൻ നോക്ക്. നീ ചെല്ലണം മോനെ. അതേ, നല്ല ഫിറ്റാ. ഞാൻ കൊണ്ടുവിടണോ? ഞാൻ പോവും, തനിയെ ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ച് ഞാൻ പോവും. ഓ, ഞാൻ പോകൂടാ, വണ്ടി ഓടിച്ച് ഞാൻ പോവും. എത്തിയാ എത്തി. ആരാടാ ഭദ്രന്റെ വണ്ടിക്ക് വട്ടം വെക്കണത്? എടുത്ത് മാറ്റണം. ഭദ്രന്റെ വണ്ടിക്കാണ് വട്ടം. ആരാ കൊള്ളാലോ. അങ്ങനെ സീരിയസ് ആണല്ലോ സുധി. ഭദ്രനെ കാണാതായിട്ട് ഇന്ന് 3 ദിവസമായി. ഇതിപ്പോ അന്വേഷണം എന്തെങ്കിലും ആയോ സുധി? അന്വേഷണം നല്ല തകൃതിയായിട്ട് നടക്കുന്നുണ്ട് സാർ. അതുകൊണ്ടായിരുന്നു സുധി. കാണാതായത് നിസ്സാരക്കാരനല്ല, ഭദ്രന. പാർട്ടിക്കാർ മുഴുവൻ ഇളകിയിരിക്കുക, പോരാത്തതിന് മീഡിയയും. ഇതവன்ട്ട് ആരോ പണി കൊടുത്താണെന്ന് തോന്നുന്നു സാർ. അവൻ വളർന്നതിനോടൊപ്പം അവൻ്റെ ശത്രുക്കളും വളർന്നു. എന്തായാലും ഇത് നമുക്കൊരു തലവേദനയായാലും സുധി. സാർ ടെൻഷൻ വേണ്ട, അന്വേഷണം നല്ല ശക്തമായി നടക്കുന്നുണ്ട്. അവനെ ആര് പൊക്കിയാലും എവിടെ പോയാലും ഞാൻ അവനെ പൊക്കിയിരിക്കും. അവന്റെ എർത്തായിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, എന്താ അവന്റെ പേര്? ചാത്തൂട്ടി, അവൻ്റെ ഡ്രൈവറാ. ഈ ചാത്തൂട്ടിയെ കാണാതായിട്ടും 3 ദിവസമായി. ആ മുങ്ങിയതാ. എന്തായാലും ഭദ്രന്റെ അടുത്തും പണി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൻ സാധാരണക്കാരനല്ല.
ഞാൻ ആരാന്ന് നിനക്ക് അറിയത്തില്ല. അഴിച്ചു വിടറ പന്നി, ഇല്ല നിന്റെ പണിക്കുറ്റം ഞാൻ തീർക്കും. സുഭാഷേ, ആ സാറേ. ആ മനോജോടെങ്കിൽ വരാൻ പറ. എടാ മനോജോടത്ത് വരാൻ പറ. മനോജ് സാറേ, സാറ് വിളിക്കണ്. ആ സാർ. മനോജെ, പൈലിയുടെ കോള് വന്നിരുന്നു. ചാത്തൂട്ടി പൈനാവരം റബ്ബർ പ്ലാന്റേഷൻ ഉണ്ട്. റെജിയുടെ വണ്ടി ഇറക്കാൻ പറ. സാർ. ऐसा चंडी चंडी बैठता है तू, जाके ആത്മാർത്ഥമായി काम करो भाई दंडी. ബംഗാളി ആണെങ്കിൽ എരപ്പാളിയുടെ സ്വഭാവം മാരൊക്കെ കയ്യില്. ഇതാരും ഇതൊക്കെ ഇവിടെ കൊണ്ടുവിട്ടേ. കൊള്ളാലോ, ഇത് പൊളിക്കും. ഐഫോണോ? പോവാ. ബീഫ് ഫ്രൈ തിന്നുകൊണ്ടിരുന്നപ്പോ ഓർത്തില്ല അല്ലേ അത് കൊണ്ടുവന്ന വൈലി ഒന്നാം തരം ഒറ്റുകാരനാണെന്ന്. ഒളിവിലെ ഓർമ്മകൾ എഴുതി കഴിഞ്ഞെങ്കിൽ വാ, നമുക്കിനി ജയിലിലെ ഓർമ്മകൾ എഴുതാം. ഹലോ ഹലോ. ആ ആ ഉവ്വ. ആ ആ പറയാം 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 സാറേ. സൈബർ സെല്ലിലെ റോണി വിളിച്ചു. അല്പം മുമ്പ് ഭദ്രന്റെ ഫോൺ ഓൺ ആയിട്ടുണ്ട്. ആരക്കഴ സ്കൂളിന്റെ ടവർ ലൊക്കേഷൻ. ഓക്കെ, ടേക്ക് ഹിം. ഞാൻ പറഞ്ഞത് സത്യ സാറേ. വണ്ടി അടിച്ചു മാറ്റിയത് ഞാനാ. പക്ഷെ ഭദ്രനെ കൊണ്ടുപോയത് ആരാന്ന് എനിക്കറിയില്ല. അതൊരു വാനായിരുന്നു, ഒരു ഒമിനി വാൻ. വണ്ടി ഞാൻ തന്നേക്കാം സാറേ, ദയവ് ഇത് ഉപദ്രവിക്കരുത്. വണ്ടി മോഷ്ടിച്ച വകുപ്പിൽ ഒരു 379 ചാർജ് ചെയ്യട്ടെ സാറേ. വരട്ടെ, ഞാൻ പറയാം. എടാ, ഞാൻ വിളിക്കുമ്പോൾ നീ സ്റ്റേഷനിൽ ഹാജരാവണം. ശരി സാർ. സാർ, അവനെ വിട്ടാ എങ്ങനെയാ? അത് കുഴപ്പമില്ലല്ലോ, അവൻ്റെ നിന്ന് കിട്ടാനുള്ളതെല്ലാം കിട്ടി. പിന്നെ ഈ മൊബൈൽ ഫോൺ, അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പിന്നെ നമ്മുടെ ഇരിക്കുമല്ലേ തുറപ്പിയിട്ട്. ഓ, ചാത്തൂട്ടി. എനിക്കിത്തിരി വെള്ളം തരാമോ സാറേ? ചാത്തൂട്ടി, ഉള്ള കാര്യം ഉള്ളതുപോലെ പറഞ്ഞ പതുക്കെയാണെങ്കിലും നിനക്ക് വീട്ടിൽ പോകാം. ഇല്ലെങ്കിൽ
പറയാം സാറേ, ഞാനെല്ലാം പറയാം. ജീവനിൽ കൊതിയുള്ളതുകൊണ്ട് സാറേ ഞാൻ ഒളിവിൽ പോയത്. അല്ലെങ്കിൽ അയാൾ എന്നെയും കൊല്ലും സാറേ. ആര്? ഭദ്രൻ. അതിന് അവനെ ആരോ തട്ടിക്കൊണ്ടുപോയില്ലടാ. ഇതൊക്കെ അവൻ്റെ വെറും നമ്പറാ സാറേ. ഒളിച്ചിരുന്നിട്ട് എല്ലാവരും കൊല്ലാനാണ് അവൻ്റെ പരിപാടി. അവൻ ആവശ്യമില്ലാത്തതെല്ലാം വെട്ടിനിരത്തിയ സാറേ അവൻ ഇന്ന് ഈ നിലയിലെത്തിയത്. അവനാ സാറേ മാഷിനെ കൊന്നത്. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടത് സാറേ. മാഷേ, ചാത്തുട്ടി, മാഷിങ് വന്നേ, ഒരു കാര്യം പറയാനുണ്ട്. എന്താടാ? വാ മാഷേ. നീ കാര്യം പറഞ്ഞല്ലോ ചാത്തുട്ടി. കാര്യം ഞാൻ പറയാം. ചെറ്റേ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? അന്ന് ഉണ്ണിയുടെ പണം അവന്റെ വീട്ടിൽ കൊടുക്കാൻ പറഞ്ഞ് നിന്നെ ഏൽപ്പിച്ചിട്ടല്ലടാ ഞാൻ പോയത്. പിന്നെ എങ്ങനെയാണ് ആ പണം തട്ടിക്കല്ല ഞാനായത്? അതേടാ, ഞാൻ തന്നെയാടാ പണം എടുത്തത്. ഇത്രയും നാളായിട്ട് ആരും അറിഞ്ഞിട്ടില്ല. ഇനി നീയായിട്ടത് പറയാൻ നിന്നാ വിനയ നിന്റെ നാശത്തിനാ. എല്ലാരും പറ്റിച്ചില്ലേ? ഇനി സത്യം എല്ലാരും അറിയട്ടെ. അതിന് നടക്കിലാണ് വിനയ. സമയം ഒരുപാട് വൈകി. ഈ പരലോകത്ത് പോയി പറഞ്ഞാൽ മതിയാ. ഇവിടെ ഒന്നും നടന്നിട്ടില്ല, നീ ഒന്നും കണ്ടിട്ടുമില്ല. മനസ്സിലായടാ? ഭദ്രനാണ് ആള്. സത്യം പുറത്തു വരാതിരിക്കാൻ അയാൾ ഏതറ്റം വരെയും പോകും, എന്തും ചെയ്യും. അവൻ്റെ മനസ്സ് എപ്പം മാറുന്നൊന്നും പറയാൻ പറ്റില്ല സാറേ. പേടിച്ചിട്ടാണ് സാറേ ഞാൻ ഒളിവിൽ പോയത്. ഭദ്രനെ എത്രയും വേഗം ഞാൻ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരും. അതുവരെ നീ ഇവിടെ കിടക്ക്. ഭദ്രൻ. മോള് വരുന്ന വഴിയാണോ? ആ അതെ സുധിയേട്ടാ, നാളെ ഉണ്ണിയേട്ടൻ്റെ ആണ്ടല്ലേ. അച്ഛനോട് പറഞ്ഞേക്ക് ഏട്ട മരുന്നുണ്ടെന്ന്. ഞാൻ പോട്ടെ സുധിയേട്ടാ. വാട്ട്? ഭദ്രൻ മരിച്ച നിലയിൽ. ഒരാഴ്ചയായി കാണാതായ ഭദ്രന്റെ മൃതദേഹം ഒലിപ്പുറം റെയിൽവേ ട്രാക്കിൽ കണ്ടെത്തി. UDP പാർട്ടി അംഗവും ശക്തനായ പാർട്ടി പ്രവർത്തകനുമായിരുന്ന ഭദ്രന്റെ തിരോധാനം കേരള പോലീസ് അന്വേഷിച്ചു വരികയായിരുന്നു. അതിനിടയിലാണ് ഈ ഞെട്ടിക്കുന്ന സംഭവം അരങ്ങേറിയിരിക്കുന്നത്. ഒലിപ്പുറം റെയിൽവേ പാളത്തിൽ ചതഞ്ഞെറിഞ്ഞ നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്. ഭദ്രന്റെ മരണം ആത്മഹത്യയോ കൊലപാതകമോ? ചർച്ച ചെയ്യാം ന്യൂസ് അവറിൽ. ഓഫീസിലേക്ക് വിളിപ്പിക്കാതെ ഇങ്ങോട്ട് വിളിപ്പിച്ചത് എന്തിനാണെന്ന് മനസ്സിലായി കാണുമല്ലോ ശ്രുതിക്ക്. യെസ് സാർ. സ്വന്തം സ്റ്റേഷൻ പരിധിയിൽ ഇങ്ങനൊരു സംഭവം അരങ്ങേറിയിട്ട് എന്താണ് SIയുടെ എക്സ്പ്ലനേഷൻ? സാർ, ഞാൻ ഭദ്രന് വേണ്ടിയുള്ള അന്വേഷണത്തിലായിരുന്നു. എന്തന്വേഷണം? എന്നിട്ട് എന്തെങ്കിലും തുമ്പ് കിട്ടിയായിരുന്നോ? ഇല്ല സാർ. എന്തെന്നാൽ താൻ അന്വേഷിച്ചുകൊണ്ടിരുന്ന ഭദ്രന ഇന്നലെ റെയിൽവേ ട്രാക്കിൽ ചത്തു മലച്ചു കിടന്നത്. ഐ ഡോണ്ട് നോ സാർ, ബട്ട് ഐ വാസ് ഓൺ മൈ വേ. ഇനഫ് ഓഫ് യുവർ ഇൻവെസ്റ്റിഗേഷൻ. ഇനി ഈ കേസ് ഡീൽ ചെയ്യാൻ പോകുന്നത് ഞാനാ. ശ്രുതിക്ക് പോകാം. ബട്ട് സാർ, ജസ്റ്റ് ഗീവ് മീ സം ടൈം. നോ മോർ ഡയലോഗ്സ്. യു മേ ലീവ്. സർ. നമ്മൾ തമ്മിലുള്ള അടുപ്പം കൊണ്ടാണ് സുധി ഞാനിത് തന്നോട് പറയുന്നത്. ഭദ്രന്റെ മരണം അതൊരു സൂയിസൈഡാണ്. വാട്ട്? യെസ്, ഹി വാസ് എ ഡ്രഗ് അഡിക്റ്റ്. എന്നാലും ഭദ്രൻ? അതെ സുധി, പോസ്റ്റ്മോർട്ടം ചെയ്തതിൽ നിന്നും എനിക്ക് തിരിച്ചറിയാൻ പറ്റിയ ചില കാര്യങ്ങളുണ്ട്. അവൻ സ്ഥിരമായി ഫെന്റാലിൻ എന്ന് പറയുന്ന ഡ്രഗ് യൂസ് ചെയ്തിരുന്നു. ഞങ്ങൾ ഡോക്ടേഴ്സ് അനസ്തേഷ്യക്കൊപ്പം കൊടുക്കുന്ന ഒരു ഡ്രഗാണിത്. ചിലരിതിനെ മയക്കുമരുന്നായിട്ട് ഉപയോഗിക്കാറുണ്ട്.
ഇത് നിരന്തരമായിട്ട് ഉപയോഗിച്ചിട്ട് കിട്ടാതെ വരുമ്പോൾ ഒരു തരം ഭ്രാന്ത് പിടിച്ച അവസ്ഥയാണ്. അപ്പോഴവർ എന്ത് ചെയ്യുന്നു പറയാൻ പറ്റില്ല. ഇറ്റ്സ് വെരി ഡേഞ്ചറസ് ഡ്രഗ്. പിന്നെ കേസ് ഇപ്പോൾ സി ആണല്ലോ അന്വേഷിക്കുന്നത്. റിപ്പോർട്ട് ചെയ്യാൻ സി ഐക്ക് കൈമാറിയിട്ടുണ്ട്. പിന്നെ ശ്രുതിക്കെന്താ കേസിൽ ഒരു പ്രത്യേക താല്പര്യം? താല്പര്യമുണ്ടെന്ന് കൂട്ടിക്കോ. സാർ. ഹലോ സുധി, കേസ് അങ്ങനെ നിർണായക വഴിത്തിരിവിലേക്കായടോ. ഭദ്രന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടി. ഇറ്റ്സ് എ ക്ലിയർ കേസ് ഓഫ് സൂയിസൈഡ്. ഇനി അങ്ങനെ കേസ് അങ്ങ് ക്ലോസ് ചെയ്യാലോ. ആ തലവേദന അങ്ങ് ഒഴിവായി. സാർ ആ കേസ് നൈസായിട്ടങ്ങ് ഒഴിവാക്കിയല്ലേ. ഇനി എന്തോന്ന് അന്വേഷിക്കാൻ? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായ തെളിവുകളുണ്ട്. സോ ദ കേസ് ഈസ് ക്ലോസ്ഡ്. ദാറ്റ്സ് ഓൾ. എന്തായാലും ഇത് വിശ്വസിക്കാൻ അല്പം ബുദ്ധിമുട്ടാണ് സാറേ. 100% ഉറപ്പാ ഇത് അവനട്ടാരോ പണി കൊടുത്തതാ. ഇനി പറഞ്ഞിട്ടെന്ത് കാര്യം? കേസ് ക്ലോസ് ചെയ്തില്ലേ? എന്തായാലും അവനോട്ടാരെങ്കിലും പണി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൻ ചില്ലറക്കാരനല്ല. ഇവിടെ മെഡിസിൻ സപ്ലൈ ചെയ്യുന്ന ഏത് കമ്പനിയാ? MNT ഫാർമസ്യൂട്ടിക്സ്. അയാളുടെ പേരെന്താ? ഒരു രാജൻ. അയാൾ കാറിലാണോ വരുന്നത്? കാറിലല്ല, ബൈക്കിലാ. ബൈക്കിലാണോ? കലികാലക്കുരുക്ക് കനലുകൾ തിളങ്ങുന്ന കഥയുടെ തിരിവ് കതിരവൻ ചൊരിയുന്ന വെളിച്ചത്തിൽ പെരുക്ക് ഹൃദയത്തിൽ നിറയുന്ന മധുരത്തിൽ കരിക്ക്. നിമിഷത്തിൽ തുടക്കം ഇതുവരെ നടക്കാത്ത വഴികളിൽ കറക്കാം. കിടുകിട വിറയ്ക്കുന്നു ഇരുളിന്റെ നരികൾ, ഇടിമിന്നൽ പതിക്കുന്നു വെളിച്ചത്തിൽ തെളിച്ചം. കിരൺ എന്നൊരാളാണ് സാർ മെഡിസിൻ സപ്ലൈ ചെയ്യാൻ ഇവിടെ വരാറ്. അയാൾ കാറിലാണോ ബൈക്കിലാണോ വരുന്നത്? അയാള് ബൈക്കിലാണ് സാർ വരാറ്. സാർ, അയാൾ ഇടയ്ക്കൊക്കെ കാറിലും വരാറുണ്ട്. ഏത് കാറില്? ഒരു വെളുത്ത ഒമിനിയിൽ അയാൾ വരാറ്. ഏത് ദിവസം വരാറില്ലേ? ബുധനാഴ്ച ദിവസം. ആ, ഇന്ന് ബുധനാഴ്ചയല്ലേ, ഇന്നാണ് അയാൾ വരുന്നത്. നിമിഷം കനലുളി തെളിയുന്നു മിഴികളിൽ നിറയെ. എന്താ സുധിയേട്ടാ വരാൻ പറഞ്ഞേ? അയ്യോ കിരൺ,
സുധിയേട്ട കിരൺ ഒന്നും ചെയ്യരുത്. രണ്ടുപേരും കൂടെ സമർത്ഥമായി കളിച്ച നാടകം. ഞാനൊന്നും അറിയില്ല എന്ന് വിചാരിച്ചല്ലേ? ഇനി കഥ ഞാൻ പറയാം. JD ഫാർമസ്യൂട്ടിക്കൽസിൽ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് ആയിരുന്ന കിരണിനെ ലക്ഷ്മി പരിചയപ്പെടുന്നത് ഹോസ്പിറ്റലിൽ വെച്ചാണ്. ആ പരിചയം പിന്നീട് സൗഹൃദമായി. സൗഹൃദം പ്രണയമായി വളരുവാൻ അധികം സമയം വേണ്ടി വന്നില്ല. രണ്ടുപേരും വിവാഹം കഴിക്കുവാൻ തീരുമാനിച്ചു. മരിച്ചുപോയ വിനയൻ മാഷ് എനിക്ക് അയച്ച പോലെ കത്ത് നിനക്കും അയച്ചിരുന്നു. അതിൻ്റെ പുറകെ പോയി നീ സത്യങ്ങൾ മനസ്സിലാക്കി. കൃത്യമായി പറഞ്ഞാൽ 7 വർഷങ്ങൾക്ക് മുൻപ് ജൂൺ മാസം 10-ാം തീയതി. അന്ന് ഞാൻ ബൈക്ക് ആക്സിഡൻ്റായി ഹോസ്പിറ്റലായി. എന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള തിരക്കിനിടയിൽ ഉണ്ണി പണം അടങ്ങിയ ബാഗ് വെച്ച് മറന്നു. ആകസ്മികമായി ആ പണം കിട്ടിയത് വിനയൻ മാഷിൻ്റെ കയ്യിലാണ്. അത്രയും പണം ഒരുമിച്ചേണ്ട മാഷ് ആദ്യമൊന്ന് പകച്ചു. തൻ്റെ ജോലിക്കുള്ള പണം ശരിയായിരുന്ന മാഷ് അല്പനേരത്തേക്കെങ്കിലും ധാർമ്മികതയും സൗഹൃദവും മറന്ന് ആ പണവുമായി നാട് വിടുവാൻ തീരുമാനിച്ചു. വഴിയിൽ വെച്ച് കണ്ട ഉണ്ണിയെ റെയിൽവേ ട്രാക്കിൽ തള്ളിയിട്ട് മാഷ് പോയെങ്കിലും കുറ്റബോധം മാഷിനെ വേട്ടയാടി. അന്ന് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വഴിയിൽ വച്ച് കണ്ടുമുട്ടിയ ഭദ്രൻ്റെ കയ്യിൽ ഉണ്ണിക്ക് നൽകുവാനായി പണം നൽകിയ മാഷ് ഉണ്ണിയുമായിട്ടുള്ള സംഘടനത്തിനിടയിൽ തൻ്റെ കൈക്ക് ഒരുക്ക് പറ്റിയതിനാൽ ആശുപത്രിയിൽ ചികിത്സ തേടി. എന്നാലും ആരെയും അഭിമുഖീകരിക്കാനാവാതെ കുറ്റബോധവും നിരാശയും കൊണ്ട് നാട് വിട്ടു. തൻ്റെ കയ്യിൽ കിട്ടിയ പണത്തിന് ഇനി ഒരു അവകാശം വേണ്ട എന്ന് ചിന്തിച്ച ഭദ്രൻ റെയിൽവേ ട്രാക്കിൽ അവശനായി കിടന്ന ഉണ്ണിയെ ആരും അറിയാതെ കൊന്നു. അതൊരാത്മഹത്യയാണെന്ന് നാട്ടുകാരും മാഷിന് പറ്റിയ കയ്യബദ്ധമാണെന്ന് ഞാനും വിചാരിച്ചു. പക്ഷേ എനിക്ക് മുമ്പ് നീ സത്യങ്ങൾ മനസ്സിലാക്കി. നിന്റെ ഏട്ടനെ കൊന്നത് ഭദ്രനാണ്. കാര്യങ്ങൾ നീ കിരണുമായി സംസാരിച്ചു. ലക്ഷ്മിയുടെ പ്രതികാരം കിരണിൻ്റെ കൂടെ പ്രതികാരമായി മാറി. ദിവസങ്ങൾ പ്ലാൻ ചെയ്തും കാത്തിരുന്നും നിങ്ങൾ ഭദ്രനെ വലയിലാക്കി. സൈക്കോട്രോപിക് ഡ്രഗ്സിനെ കുറിച്ച് അഗാധ പരിജ്ഞാനം ഉണ്ടായിരുന്ന കിരൺ കുറേശ്ശെയായി മയക്കുമരുന്ന് കുത്തിവെച്ച് ഭദ്രനെ ഒരു ഡ്രഗ് അഡിക്റ്റാക്കി മാറ്റി. വൗ, ഇറ്റ്സ് എ ബ്രില്യൻ പ്ലാൻ. സാറ് പറഞ്ഞതൊക്കെ സത്യമാണ്. പക്ഷേ ഭദ്രനെ കൊന്നത് ഞാനല്ല, അവൻ ഞങ്ങളുടെ നിന്ന് രക്ഷപ്പെട്ടു പോയതാ. സുധിയേട്ട കിരൺ ഒന്നും ചെയ്യരുത്. എല്ലാ തെറ്റും ഞാൻ ഏറ്റെടുത്തോളാം. ഞാൻ ജയിലിൽ പൊക്കോളാം. വേണ്ട സാർ, പ്ലാൻ ചെയ്തതൊക്കെ ഞാനാണ്. ഞാൻ ജയിലിൽ പൊക്കോളാം. ഏതായാലും ഭദ്രൻ മരിച്ചു. ആ മരിക്കേണ്ടവനാ. പിന്നെ നിങ്ങളുടെ ഈ പരസ്പരമുള്ള സാക്രിഫൈസ്. ആര് ജയിലിൽ പോകണം എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. നിങ്ങൾ ചെയ്തത് തെറ്റ് തന്നെയാണ്. എങ്കിലും നിങ്ങൾ ചെറുപ്പമാണ്. പരസ്പരം ഒരുമിച്ച് ജീവിക്കുവാൻ തീരുമാനിച്ചവർ. അതുടനെ തന്നെ വേണം. എത്തിക്സിനെതിരാണെന്ന് എനിക്കറിയാം. എന്നാലും ഉണ്ണിക്ക് വേണ്ടി ഞാൻ ആദ്യമായി എത്തിക്സ് മറക്കുന്നു. ഈ സത്യങ്ങളെല്ലാം നമ്മൾ 3 പേരോടൊപ്പം മണ്ണടിയണം. സാർ, ഭദ്രനെ കൊന്നത് ഞാനല്ലെങ്കിൽ പിന്നെ ആരായിരിക്കും? സുധി, നീ ആയിരുന്നോ? എനിക്ക് ഹോസ്പിറ്റലിൽ വരെ ഒന്ന് പോകണം. എന്തൊരിടാ വയ്യ, ആരോ എനിക്കിട്ട് പണി തന്നാടാ. എന്താണ് വണ്ടി ഇവിടെ നിർത്തിയ? വണ്ടി ഹോസ്പിറ്റലിലേക്ക് വിട്. നീ ഇറങ്ങ്, വഴിയുണ്ടാക്കാം. അതിന് ഹോസ്പിറ്റൽ ഇവിടെ അല്ലല്ലോ, ഒലിപ്പുറത്തല്ലേ? നീ എല്ലാം തുടങ്ങി വെച്ചത് ഇവിടെ നിന്നല്ലേ? എല്ലാത്തിൻ്റെ അവസാനം ഇവിടെ തന്നെ ആവട്ടെ. മനസ്സിലായില്ല നീ എന്നാ ഉദ്ദേശിച്ചത്? ഉണ്ണിയുടെ പണം തട്ടിയതും മാഷിനെ കൊന്നതും നീയാണെന്ന് തെളിഞ്ഞു ഭദ്രൻ. ഇനി വിധി പറയേണ്ട സമയം മാത്രം. അതിന് നീ ഉണ്ടായിട്ട് വേണ്ടേ? അതിന് നിന്റെ വിധി പറയുന്നത് കോടതിയല്ല, ഞാനാണ് ഭദ്ര.
സുനി, നീ ഈ വണ്ടി ഇന്ന് തന്നെ പൊളിച്ചു വയ്ക്കണം. ഇതന്വേഷിച്ച് ഇനി ആരും ഇങ്ങോട്ട് വരില്ല. പ്രിയപ്പെട്ട സുധി, എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി നിന്നോട് പറയണം. അത് കേൾക്കുവാൻ നീ തയ്യാറാണ്? നമ്മുടെ ഉണ്ണിയുടെ മരണം എനിക്ക് പറ്റിയൊരു കയ്യബദ്ധമാണോ എന്നെനിക്കറിയണം. അതിന് എനിക്കൊരാളെ കൂടി കാണണം, എന്നെ ചതിച്ച ഭദ്രനെ. അതിനുശേഷം ഞാൻ നിന്നെ ഒന്ന് കാണാം. അറിയട്ടെ എല്ലാവരും എല്ലാ സത്യങ്ങളും. സ്വന്തം വിനയേന്ദ്രൻ.